ഇന്നത്തെ വീഡിയോ നീർനായകളെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഈ നീർനായകളെക്കുറിച്ചുള്ള ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 2017 എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദീപു എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അവൻ കോട്ടയത്ത് കുമരകംകാരനാണ്. എൻ്റെ വീടും കോട്ടയത്താണ്. അപ്പോൾ അവൻ്റെ ഒരു ഫോൺ എനിക്ക് വന്നു. ഡേവിഡ്, നിനക്ക് നീർനായകളുടെ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പം കോട്ടയത്തൊക്കെ ഞങ്ങൾ നീർനായകളെ വിളിക്കുന്നത് കഴുന്നാന്നാണ് വിളിക്കും. കഴുനാളെ നിനക്ക് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ കോട്ടയത്ത് നിന്നൊരു ബസ്സൊക്കെ പിടിച്ചിട്ട് കുമരകം ചന്തക്കവല വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടൊരു സ്ഥലമുണ്ട്, കൊച്ചിടവട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെറിയൊരു കുറേ ഗ്രാമം പോലുള്ളൊരു സ്ഥലമാണ്, കുറേയേറെ വീടുകൾ കൂട്ടിയിട്ടുള്ള സ്ഥലം. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ വളർത്തുന്ന ഒരു നീർനായ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, കാരണം ഓട്ടറിൻ്റെയൊക്കെ കുറേ നല്ല ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ ഉള്ള എക്സൈറ്റ്മെൻറ്റ്. ഞാൻ പിറ്റേ ദിവസം രാവിലെ ബസ്സൊക്കെ പിടിച്ചിട്ട് കുമരകത്ത് വന്ന് ഇറങ്ങി. അപ്പോൾ അവൻ വന്നപ്പോഴത്തേക്കിനും അവനൊരു കാര്യം പറഞ്ഞിരുന്നു, വരുമ്പോഴത്തേക്കിനും 2 കിലോ പച്ച മീൻ മേടിച്ചുകൊണ്ട് വരാം, പുഴമീൻ കിട്ടും, അത് കുമരകം ചന്തകയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുമരകത്ത് ഇറങ്ങിയിട്ട് ഒരു 2 കിലോ പച്ചമീൻ, പുഴമീനും, വരാലും കാരിയും പരലും ഒക്കെ മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും കണ്ട കാഴ്ച, രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നു. അപ്പം ഈ നീർനായി കൊച്ചിടോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ പണകളുണ്ട്. പണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ചെറിയ ഈ തോടുകളൊക്കെ ഉണ്ട്. തോടുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ചെറിയ തോടുകളെ പണ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പണയ്ക്കകത്ത് ഈ നീർനായ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഭയങ്കര. അതിൻ്റെ ചുറ്റുപാടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 1-2 മീൻ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തൊട്ടടുത്ത് എൻ്റെ അടുത്തോട്ട് വന്നു. അതിൻ്റെ കുറേയേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തോട്ട് കടിക്കാനായിട്ട് ഓടി വന്നു. അപ്പോൾ ഞാൻ ഓടി അടുത്തുള്ള വീടിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വന്ന് ഈ നീർനായ കുറേ നേരമൊക്കെ നോക്കി നിന്നു. അങ്ങനെയാണ് ഞാൻ നീർനായയുടെ ഒരു കുറേയേറെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് എനിക്കന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, ഈ നീർനായ അവിടെ അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ മീൻ പിടിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മീനിൻ്റെ വലയ്ക്കകത്ത് ഒരു കുഞ്ഞ് നീർനായ പെട്ടു. അപ്പോൾ ആ നീർനായ അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റിനെ പോലെ തന്നെ ഇത് ഒരു പട്ടിക്കുട്ടിയെ പോലെ തന്നെ ഇത് വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരുടെ വീട്ടിൽ തന്നെയാണ് രാത്രി കിടന്ന് ഉറങ്ങുന്നതും. പിന്നെ നാട്ടുകാർക്കെല്ലാം ഈ നീർനായ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നീർനായ്ക്ക് അവർ ഇട്ട പേരെന്ന് പറഞ്ഞാൽ മണിയെന്നാണ്. അപ്പം മണിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഓടി വരും. അപ്പം ആ മണി എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മൊത്തം ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു പെറ്റോ ആയിട്ട് മാറി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും അറിഞ്ഞത് ഈ നീർനായ ഒരു ദിവസം കാണാതായപ്പോഴത്തേക്കിന് ആ നാട്ടിലുള്ള ഏകദേശം 160 കുടുംബങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഒപ്പിട്ടിട്ട് ഒരു പരാതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മണി എന്ന് പറഞ്ഞ നീർനായ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനൊരു ഒപ്പിട്ട് കേസൊക്കെ ഫയൽ ചെയ്യാനായിട്ട് ഇടയായി. പക്ഷേ അതിനുശേഷമൊന്നും അതിനെ കാണാൻ പറ്റിയില്ല. അവർ ഓർക്കുന്നത് അതിൻ്റെ അടുത്തൊക്കെ കുറേയേറെ കള്ളുഷാപ്പുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ഇതിനെ പിടിച്ച് കള്ളുഷാപ്പിൽ കൊന്നിട്ട് കള്ളുഷാപ്പിൽ കൊടുത്തു കാണുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതൊക്കെ അന്ന് കുറേ കാലത്തൊക്കെ പത്രത്തിലൊക്കെ ന്യൂസ് വന്നിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ ഏറ്റവും അടുത്ത് നീർനായെ കണ്ട ഒരു അനുഭവം. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നീർനായകൾ അല്ലെങ്കിൽ ഓട്ടേഴ്സിനെ കുറിച്ചാണ്. ലോകത്തിൽ 14 സ്പീഷീസ് ഓട്ടറുകളുണ്ട്. അതിൽ 13 സ്പീഷീസ് ഫ്രഷ് വാട്ടറിൽ അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഓട്ടറുകളാണ്. ഒരു സ്പീഷീസ് സമുദ്രത്തിൽ കാണപ്പെടുന്നുണ്ട്, അതിൻ്റെ പേര് സീ ഓട്ടർ എന്നാണ്. അല്ലാത്ത ബാക്കി 13 സ്പീഷീസും ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഓട്ടേഴ്സുകളാണ്. ഇന്ത്യയിൽ നമുക്ക് 3 സ്പീഷീസ് ഓട്ടറുകളെ കാണപ്പെടുന്നുണ്ട്. ആ 3 സ്പീഷീസ് ഓട്ടറുകളും കേരളത്തിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് യൂറേഷ്യൻ ഓട്ടർ, രണ്ടാമത്തെ പേര് സ്മൂത്ത് കോട്ടഡ് ഓട്ടർ, മൂന്നാമത്തെ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടർ. ഇങ്ങനെ 3 സ്പീഷീസാണ് കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ആദ്യം തന്നെ നീർനായകളെ കുറിച്ചുള്ള പൊതുവായ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഓരോ സ്പീഷീസിലോട്ട് കടന്നു വരാം. ഈ നീർനായകൾ ശുദ്ധജലത്തിലെ ഇരപിടിയന്മാരായ ജീവികളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധജലത്തിലെ ടോപ്പ് പ്രിഡേറ്റേഴ്സ് ആണ് ഈ നീർനായകൾ. ഇവർ ഇരപിടിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള മീനുകളെയും ബാക്കിയുള്ള ഞണ്ടുകളെയും ബാക്കിയുള്ള ജീവികളെയൊക്കെ പിടിച്ചു തിന്നും. അല്ലാത്ത സമയത്തൊക്കെ കരയിൽ കയറി കിടന്നിട്ട് വിശ്രമിക്കാനും കൂടുതൽ സമയം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചും കളിച്ചും അവർ ഗ്രൂം ചെയ്തുമൊക്കെ കരയിൽ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ മാളങ്ങളൊക്കെ ഉണ്ട്, മാളങ്ങളിലൊക്കെ ഇവർ കൂടുതൽ സമയമൊക്കെ വിശ്രമിക്കാറൊക്കെ ഉണ്ട്. ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മീൻ, ഞണ്ട്, ചെമ്മീൻ, പലതരത്തിലുള്ള ഒച്ചുകൾ, തവളകൾ, പലതരത്തിലുള്ള പ്രാണികളെ ഇവർ പിടിച്ച് തിന്നാറുണ്ട്. അതുപോലെ തന്നെ അപൂർവമായിട്ട് ഇവർ പലതരത്തിലുള്ള പക്ഷികളെയൊക്കെ പിടിച്ച് കഴിക്കാറുണ്ട്. ഇവർ ഉൾപ്പെടുന്നത് മസ്റ്റിലിഡേ എന്ന് പറഞ്ഞൊരു കുടുംബത്തിലാണ് നീർനായകൾ ഉൾപ്പെടുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നീലഗിരി മാർട്ടിനെ കുറിച്ച്. അപ്പോൾ ആ നീലഗിരി മാർട്ടിനൊക്കെ ഉൾപ്പെടുന്ന മസ്റ്റിലിഡേ കുടുംബത്തിലാണ് ഈ നീർനായകൾ ഉൾപ്പെടുന്നത്. അതുകൂടാതെ വുൾവറിൻസ്, ബാഡ്ജേഴ്സ്, ഈ ഓട്ടേഴ്സ് ഒക്കെ എല്ലാം ഈ മസ്റ്റിലിഡേ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവർ ഈ വെള്ളത്തിൽ കൂടുതലായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നന്നായിട്ട് നീന്താനൊക്കെ അറിയാം.
അതുപോലെ തന്നെ വെള്ളത്തിനടിയിട്ട് ഊളിയിട്ട് കുറേ നേരമൊക്കെ 2-3 മിനിറ്റൊക്കെ ശ്വാസം പിടിച്ച് വെള്ളത്തിനടിയിൽ നിന്നിട്ട് മീനെയൊക്കെ പിടിക്കാനുള്ള കഴിവുകൾ ഈ ഓട്ടേഴ്സിനുണ്ട്. വെള്ളത്തിനടിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരഭാഗങ്ങളാണ് ഇവർക്കുള്ളത്. മെലിഞ്ഞു നീണ്ട ശരീരം, ചെറിയ കൈകാലുകൾ, ഈ കൈവിരലുകൾക്കൊക്കെ ഇടയ്ക്ക് നീന്താൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, എന്ന് പറഞ്ഞാൽ വെബ്ഡ് ഫീറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിരലുകളുടെ അറ്റത്തൊക്കെ നല്ല മീനുകളെയൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നഖങ്ങൾ അല്ലെങ്കിൽ ക്ലോസ് ഒക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ നല്ല തടിച്ച വീതിയുള്ള നീളമുള്ള വാലുകളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് നല്ല വേഗത്തിൽ തുഴഞ്ഞു പോകാനും നീന്താനും ഒക്കെ ആയിട്ട് ഇവരെ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ദേഹത്ത് നല്ല തിക്കായിട്ട് ഉള്ള രോമങ്ങളാണുള്ളത്. അപ്പം അധികം വെള്ളം നാവത്തോട്ട് കയറാത്ത രീതിയിലൊക്കെ തിങ്ങി നിറഞ്ഞ രോമങ്ങളാണ് ഇവരുടെ ശരീരത്തുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് വെള്ളത്തിനടി കുറേ നേരം മുങ്ങിക്കിടക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവർ മുങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവർക്ക് ചെവിയും അതുപോലെയൊക്കെ ഇവരുടെ മൂക്കും ഒക്കെ അടച്ചു വെക്കാനായിട്ടുള്ള കഴിവുകളൊക്കെ ഈ നീർനായകൾക്കുണ്ട്. ഇവരുടെ മീശയ്ക്കുണ്ട് പ്രത്യേകത. ഇവർക്ക് നല്ല നീളമുള്ള മീശയാണുള്ളത്. അപ്പം ഈ മീശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെള്ളത്തിനിടയിലൊക്കെ നീന്തുന്ന സമയത്ത് അത്യാവശ്യം കലങ്ങി മറിഞ്ഞ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഏതെങ്കിലും മീനുകളോ മറ്റെന്തെങ്കിലും ജീവികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വൈബ്രേഷനൊക്കെ കിട്ടിയിട്ട് അവർക്ക് എളുപ്പത്തിൽ അതിനെ മനസ്സിലാക്കാനും പെട്ടെന്ന് ഇര തേടാനും ഒക്കെ ഈ മീശ ഇവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നന്നായിട്ട് വിസിലടിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വിസിൽ എന്ന് പറഞ്ഞാൽ നല്ല നീളത്തിലുള്ള ഷ്രില്ലായിട്ടുള്ള വിസിലാണ്. പല സമയത്ത് ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കുമരകത്തൂടൊക്കെ വലിയ വേമ്പനാട് കായലിൻ്റെ അടുത്തൂടൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്ത് നീളത്തിലുള്ള വിസിലൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ വിസിൽ കേട്ടിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാം അത് നീർനായാണ്. അപ്പം അവിടോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും നീർനായൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയും താന്നും ഒക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവരെ കാണപ്പെടുന്നത് വലിയ തടാകങ്ങൾ, വലിയ പുഴകളിൽ കാണപ്പെടുന്നുണ്ട്, അരുവികളിൽ കാണപ്പെടുന്നുണ്ട്, അകത്തുള്ള ചെറിയ സ്ട്രീംസും വലിയ സ്ട്രീംസിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നുണ്ട്, മാംഗ്രോവ്സിലൊക്കെ ഇവരെ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഓട്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നീർനായകളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസുകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് സ്മൂത്ത് കോട്ടഡ് ഓട്ടർ. അതിന് നീർനായ എന്ന് മലയാളത്തിൽ പറയും, വേറെ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്തൊക്കെ ഇതിന് കഴുനായ എന്നാണ് പറയുന്നത്. സ്മൂത്ത് കോട്ടഡ് ഓട്ടർ ഏഷ്യയിലെ ഏറ്റവും വലിയ നീർനായാണ്. ഏകദേശം 7 മുതൽ 13 കിലോ വരെ ഭാരം വെക്കും ഈ സ്മൂത്ത് കോട്ടഡ് ഓട്ടർ. 1 മീറ്ററിലധികം നീളവും വെക്കും. ഇതൊരു ബ്രൗൺ കളറിലുള്ള ഒരു ഓട്ടറാണ്. ഇതിൻ്റെ ദേഹത്തൊക്കെ രോമത്തിന് വളരെ വലിപ്പക്കുറവാണ്. മറ്റു ഓട്ടറുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ രോമമൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ വലിപ്പം കുറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് സ്മൂത്ത് കോട്ടഡ് ഓട്ടർ എന്ന് പേര് വരാൻ തന്നെ കാര്യം. അതുപോലെ ഇതിൻ്റെ തലയ്ക്ക് നല്ല റൗണ്ട് ഷേപ്പിലാണ്, നല്ല വലിപ്പമുള്ള റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ തലയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൂക്ക് നല്ല ഡയമണ്ട് ആകൃതിയിലാണ് ഇതിൻ്റെ മൂക്കിരിക്കുന്നത്. അതിൻ്റെ മൂക്കിൻ്റെ അവിടെ ഒന്നും അധികം രോമങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മൂത്ത് കോട്ടർ ഓട്ടറിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ സ്മൂത്ത് കോട്ടർ ഓട്ടറൊക്കെ വലിയ ഗ്രൂപ്പുകളായിട്ടാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. 8, 10, ചിലപ്പോൾ 10, 15 ഉള്ള വലിയ കൂട്ടങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്. സാധാരണ 1, 2 ആയിട്ടൊന്നും കാണാറില്ല. എപ്പോഴും കൂട്ടങ്ങളായിട്ട് തന്നെയാണ് ഈ സ്മൂത്ത് കോട്ടർ ഓട്ടറിനെ കാണാറായിട്ടുള്ളത്. ഇവരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന വലിയ നദികളിലും വലിയ പുഴകളിലും വലിയ തടാകങ്ങളിലും ഒക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സമുദ്രനിരപ്പിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് ഈ സ്മൂത്ത് കോട്ടർ ഓട്ടറിനെയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇവരെപ്പോഴും ഗ്രൂപ്പായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്, ഒരുമിച്ചായിരിക്കും ഇര തേടുന്നത്. ഇര തേടുമ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മീനുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടമായിട്ട് ഓടിച്ചിട്ട് ഏതെങ്കിലും ചെറിയൊരു കനാലിലോട്ട് ഓടിച്ച് കയറ്റിയിട്ട് അവിടെ നിന്നൊക്കെ മീനുകളൊക്കെ പിടിച്ച് തിന്നുന്നൊക്കെ സ്വഭാവമൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ മീൻപിടുത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും കരയിലോട്ടോ ഏതെങ്കിലും പാറയുടെ മണ്ടയ്ക്കോ ഒക്കെ കയറിയിട്ട് ഇവർ വിശ്രമിക്കുക, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചും ഇടിയും ഒക്കെ ആയിട്ട് കളിച്ചൊക്കെ നടക്കുന്നതായിട്ട് പല പ്രാവശ്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇവർ മീനെ പിടിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കിനും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ നീർനായ വെച്ചിട്ട് ബംഗ്ലാദേശിലുള്ള കുറേ മീൻപിടുത്തക്കാരൊക്കെ മീനെ പിടിക്കാനായിട്ടൊക്കെ അവരിതിനെ ഉപയോഗിക്കാറുണ്ട്. എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ വലയൊക്കെ ഇങ്ങനെ നീളത്തിൽ കെട്ടിയിട്ടിട്ട് ഈ നീർനായ ഒരു റോപ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചരടിൽ കെട്ടിയിട്ട് അവർ വെള്ളത്തിലോട്ട് ഇറക്കും. അപ്പോൾ ഈ നീർനായ മീനുകളൊക്കെ ഓടിച്ചിട്ട് വലയിലോട്ട് ഓടിച്ച് കയറ്റും. അങ്ങനെ അവർക്ക് എളുപ്പത്തിൽ മീനെയൊക്കെ പിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ ജനറേഷനായിട്ട് കുറേ വർഷങ്ങളായിട്ടൊക്കെ ഈ നീർനായ ഇവരിങ്ങനെ ട്രെയിൻ ചെയ്ത് മീനിനെ പിടിക്കാനായിട്ടൊക്കെ ബംഗ്ലാദേശിലൊക്കെ ഇവരിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന ഈ സ്മൂത്ത് കോട്ടർ ഓട്ടറിനെയാണ്. ഈ ഓട്ടറുകളെ കുറിച്ച് പഠിക്കുന്ന പലരും ഓർത്തുകൊണ്ടിരുന്നത് ഈ നീർനായകൾ, പ്രത്യേകിച്ച് സ്മൂത്ത് കോട്ടർ ഓട്ടറൊക്കെ പകൽ സമയങ്ങളിൽ മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു നീർനായ ആയിരിക്കും. പക്ഷേ അവർ പല മീൻ പിടിക്കുന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് രാത്രി കാലങ്ങളിൽ ഈ നീർനായ വളരെ ആക്റ്റീവാണ്. രാത്രി കാലങ്ങളിൽ ചിലപ്പോഴൊക്കെ ചെന്നിട്ട് ഇവർ വലയൊക്കെ കെട്ടി വെക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തു നിന്നൊക്കെ മീനെ എടുത്ത് കഴിക്കുന്നതായിട്ട് പല പ്രാവശ്യം അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ നീർനായ രാത്രി കാലങ്ങളിൽ നന്നായിട്ട് ആക്റ്റീവ് ആകുന്ന
ഒരു ജീവിയാന്നുള്ളത്. ഈ സ്മൂത്ത് കോഡർ ഓട്ടറിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു സാങ്ച്വറി ഉണ്ട്. അത് കർണാടകയിലുള്ള തുംഗഭദ്ര ഓട്ടർ സാങ്ച്വറി എന്ന് പറയും. അത് ഓട്ടറിന് വേണ്ടി മാത്രമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സാങ്ച്വറിയാണ്. അത് കർണാടകയിലാണ് നമുക്കുള്ളത്. ഈ സ്മൂത്ത് കോട്ടഡ് ഓട്ടറൊക്കെ വളരെ സാധാരണമായിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വളരെ വലിയ നദികളിലും തടാകങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഗംഗ, ബ്രഹ്മപുത്ര, തുംഗഭദ്ര, അങ്ങനെയുള്ള കാവേരി, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ നദികളിലും ഈ നീർനായ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നീർനായ ഇന്ത്യ കൂടാതെ ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബംഗ്ലാദേശ് ഇങ്ങനെ പല രാജ്യങ്ങളിലും ഈ നീർനായ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപക്ഷെ സ്മൂത്ത് കോഡർ ഓട്ടറിന്റെ ഏറ്റവും നല്ല പോപ്പുലേഷൻ കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞ മണി എന്ന് പറഞ്ഞ ആ നീർനായ ഈ സ്മൂത്ത് കോഡർ ഓട്ടറാണ്. അടുത്തത് ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടർ, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിന് പേര് മല നീർനായ എന്നാണ് പേര്. ഓട്ടറുകൾ ഞാൻ പറഞ്ഞല്ലോ 14 സ്പീഷീസ് ഓട്ടറുകളുണ്ട് ലോകത്തൊക്കെ. അതിൽ ഏറ്റവും വലുപ്പം കുറഞ്ഞ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓട്ടർ ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടറാണ്. ഏകദേശം 5 കിലോ വരെ മാത്രം ഭാരം വെക്കുകയുള്ളൂ ഏറ്റവും വലുപ്പമുള്ള ഓട്ടർ. അതിൽ താഴെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഭാരം വെക്കുന്നത്. ഇത് സാധാരണ ബ്രൗൺ കളറിലുള്ള ഓട്ടറാണ്. കണ്ടാൽ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടറിനെ പോലൊക്കെ ഇരിക്കും. എന്നിരുന്നാലും അതിൻ്റെ കഴുത്തിലൊക്കെ വെളുത്ത നിറം അല്ല ക്രീം കളറിലുള്ള നിറമൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇച്ചിരിയൊക്കെ ബ്രൗൺ കളർ, പുറമുള്ള ബ്രൗൺ കളർ ഡാർക്കർ ആയിട്ടുള്ള ബ്രൗൺ കളർ ആയിരിക്കും. ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൈവിരലുകൾക്കിടയിലുള്ള ആ വെബിങ് അല്ല ആ ചർമ്മമൊന്നും അത്ര പ്രോമിനൻ്റ് ആയിട്ടില്ല. മനുഷ്യരുടെ വിരൽ പോലൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വിരലിൻ്റെ അറ്റത്തുള്ള ആ നഖമൊന്നും അത്ര പ്രോമിനൻ്റ് ആയിട്ട് കാണത്തില്ല. വളരെ ചെറിയ നഖം ഉള്ളതുകൊണ്ടാണ് ഇതിന് ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടർ എന്ന് പറയുന്നത്. അല്ല, വേറെ പേരുണ്ട്, ക്ലോലസ് ഓട്ടർ എന്ന് ഇതിനെ വിളിക്കാനായിട്ട് കാര്യം ആ നഖമൊന്നും അത്ര പ്രോമിനൻ്റ് ആയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്ന നല്ല കാടിന് തിക്കായിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റിനൊക്കെ അകത്തുള്ള നിത്യഹരിത വനങ്ങൾക്കകത്തുള്ള ചെറിയ സ്ട്രീമുകളിലൊക്കെയാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതിനെ പല പ്രാവശ്യം ഞാൻ വയനാട്ടിലുള്ള ഞാൻ താമസിക്കുന്നതിനടുത്തുള്ള കാട്ടിലുള്ള സ്ട്രീമിലൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ചിലപ്പം വെള്ളത്തിൽ കൂടെ ഒക്കെ ഒരു വലിയ എലി പോലെയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ സമയത്തൊക്കെ ഒരു എലി ആയിരിക്കും നീന്തി പോകുന്നത്. ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഇതൊരു സ്മോൾ ക്ലോഡ് ഓട്ടറാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു എലിയെ പോലെ നീന്തിയൊക്കെ പോകുന്നതായിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതിന് വേറെ പ്രത്യേകത, ഇത് മെയിനായിട്ട് കഴിക്കുന്നത്, ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞണ്ടുകളെയാണ്. ഞണ്ടുകളെയും വേറെ ചെറിയ രീതിയിലുള്ള സ്നേഹികൾ, ഒച്ചുകളെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഈ ഫിംഗറിനൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അതിന് എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത്, ഈ പാറയുടെ അടിയിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ജീവികൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഞണ്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണികളൊക്കെ ഒളിച്ചിരിക്കുന്നു പെട്ടെന്ന് ഇവർ മനസ്സിലാകും. ആ ചെറിയ പാറയൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെ ഇവർ പെട്ടെന്ന് ഈ ഞണ്ടുകളെയും ചെറിയ സ്നേഹികളൊക്കെ പിടിച്ച് ഇവർ കഴിക്കാറുണ്ട്. ഈ സ്മോൾ ക്ലോഡ് ഓട്ടറിനൊന്നും അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് കണ്ടു കിട്ടാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് കാട്ടിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിലാണ് സാധാരണയായിട്ട് ആക്റ്റീവ് ആകുന്നത്. അല്ലാത്ത സമയത്തൊക്കെ പകൽ സമയങ്ങളിലൊക്കെ സ്ട്രീമിൽ കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഏതെങ്കിലും ആളത്തിൽ കയറിയിട്ടൊക്കെ ഇവർ രക്ഷപ്പെടാറുണ്ട്. എനിക്ക് ഇതിനെ നന്നായിട്ട് കാണാൻ പറ്റിയ കഴിഞ്ഞ മാസം എനിക്കൊരു ഗ്ലോബൽ ബേർഡ് ഫെയർ അറ്റൻഡ് ചെയ്യാനായിട്ട് UK പോയ സമയത്ത് ലണ്ടൻ സൂവിൽ ഇതിനെ കുറേ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊരു 8-10 ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടറിന് അവരവിടെ ഒരു ചെറിയൊരു ഫെൻസിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇല്ല. പിന്നെ ഒരു റൗണ്ട് കൂടെ അടിച്ച് പിന്നെ വന്നപ്പോഴത്തേക്കിന് കണ്ട് ഒരു 5-8 ഓട്ടറുകൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കളിച്ച് മറിഞ്ഞ് നടക്കുന്ന എന്തൊക്കെയോ ചെറിയ ഈ ഒച്ചിനെയൊക്കെ എടുത്ത് കടിച്ച് തിന്നുന്നതൊക്കെ കുറേ നേരം കാണാനായിട്ട് പറ്റി. അന്നേരമാണ് എനിക്ക് നേരെ ചൊവ്വയൊന്ന് ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടറിനെ കാണാനായിട്ട് പറ്റി. പിന്നീട് അതിനെക്കുറിച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടർ ക്യാപ്റ്റിവിറ്റിയിൽ കുറേയേറെ സൂവിലുണ്ട്. കുറേയേറെ മൃഗശാലകളിൽ ഇവർ ഇതിനെ പിടിച്ചിട്ടിട്ടുണ്ട്. കാരണം മൃഗശാലകളിൽ ഏറ്റവും എളുപ്പത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഈ നിർണായകമാണ് ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടർ. അതുപോലെ തന്നെ ലണ്ടനിലുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ, അങ്ങനെ പല രാജ്യങ്ങളിലൊക്കെ ഈ സ്മോൾ ക്ലോഡ് ഓട്ടർ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ബിഹേവിയറൊക്കെ ഇതിനെക്കുറിച്ച് ഇവർക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട്ടത്തിലുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. അവരായിരിക്കും മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പിലുള്ളവരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനായിട്ടൊക്കെ ആയിരിക്കും ഇവർ മെയിനായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. സാധാരണയായിട്ട് 2 മുതൽ 5 കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ഇന്ത്യ കൂടാതെ ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടറിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പല രാജ്യങ്ങളും കാണപ്പെടുന്നുണ്ട്. തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, പിന്നെ അല്ലാതെ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ഇങ്ങനെ പല രാജ്യങ്ങളിലും ഈ ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടറിനെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നുണ്ട്. വേറെ പ്രത്യേകത, ഏഷ്യൻ സ്മോൾ ക്ലോഡ് ഓട്ടർ ഒരു സോഷ്യൽ സ്പീഷീസാണ്. വളരെ വലിയ കൂട്ടങ്ങളൊക്കെ പല സമയത്തും കണ്ടിട്ടുണ്ട്. 8, 10, 15 ഉള്ള കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ 8, 10 ഉള്ള ഒരു കൂട്ടത്തിനെയൊക്കെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അടുത്തത് യൂറേഷ്യൻ ഓട്ടർ. ഈ യൂറേഷ്യൻ ഓട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടമായിട്ട് കാണുന്ന ഒരു ഓട്ടറല്ല. 1, 2 അല്ലെങ്കിൽ സോളിറ്ററി ആയിട്ട് ഒറ്റയ്ക്ക് കാണുന്ന ഒരു ഓട്ടറാണ്. അല്ലെങ്കിൽ അപൂർവമായിട്ട് അമ്മയും 2 കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒരു പെയറോ ഒക്കെ ആയിട്ട് മാത്രം കാണുന്ന ഒരു ഓട്ടറാണ് ഈ യൂറേഷ്യൻ ഓട്ടർ. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. അതിൻ്റെ കഴുത്തിന് നല്ല ക്രീം കളറിലോ അല്ല വെള്ള കളറിലുള്ള ത്രോട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇത് 4 മുതൽ 11 കിലോ വരെ ഭാരം വെക്കുന്ന ഒരു ഓട്ടറാണ്. അതുപോലെ തന്നെ ഏകദേശം 1 മീറ്ററിനടുത്ത് നീളം വരെ വെക്കും. ഈ യൂറേഷ്യൻ ഓട്ടർ വളരെ വലിയ ഡിസ്ട്രിബ്യൂഷനുള്ളൊരു നീർനായാണ്. അങ്ങ് ഐസ്ലൻഡ് മുതൽ അങ്ങ് ചൈന വരെയുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ലോകത്ത് യൂറേഷ്യൻ ഓട്ടറുകൾ ഒരു 12 സബ് സ്പീഷീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു 3-4 സബ് സ്പീഷീസുകളുണ്ട്.
അതിനെക്കുറിച്ചൊക്കെ വായിച്ചു വന്നപ്പോഴത്തേക്കിന് 1823 പോണ്ടിച്ചേരിയിൽ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരെണ്ണത്തിൻ്റെ പേര് ഭയങ്കര കൗതുകരമായിട്ട് തോന്നി. അതിൻ്റെ പേര്, അതിൻ്റെ സബ്സ്പീഷീസിൻ്റെ പേര് ലുട്ര നായർ എന്നുള്ള പേരാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇവർ കുറേ പേര് പണ്ട് കാലങ്ങളിൽ ഈ യൂറേഷ്യൻ ഓട്ടർ ഇന്ത്യ പല സ്ഥലത്തും റെക്കോർഡ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1930-കളിലൊക്കെ എഴുതിയൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫ്രേറ്റർ എന്ന് പറഞ്ഞ ഒരാൾ ഇന്ത്യൻ മാമൽസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തും യൂറേഷ്യൻ ഓട്ടറെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമൊന്നും ഇന്ത്യയിൽ ആരും ഇതിനെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലുള്ള ഇൻഡസ് നദികളിലൊക്കെ യൂറേഷ്യൻ ഓട്ടറിനെയൊക്കെ പല പ്രാവശ്യം ആൾക്കാർ കണ്ടിട്ടും ഫോട്ടോയൊക്കെ, എൻ്റെ സുഹൃത്ത് സൂര്യയൊക്കെ അവിടെ വെച്ച് ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ മെയിൻലാൻഡിലൊന്നും ഇതിനെ കണ്ടിട്ടില്ല. അതേസമയം ഈ യൂറേഷ്യൻ ഓട്ടർ ശ്രീലങ്കയിലുണ്ട്. അപ്പം എല്ലാ സയൻറ്റിസ്റ്റുകൾക്കും ഭയങ്കര സംശയമായി. ഹിമാലയത്തിലുണ്ട്, യൂറോപ്പിൽ മൊത്തം ഉണ്ട്, പിന്നെ ശ്രീലങ്കയിലാണുള്ളത്. ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിലല്ല, വെസ്റ്റേൺ ഘാട്ടിലോ പശ്ചിമഘട്ടത്തിലോ സെൻട്രൽ ഇന്ത്യയിലോ ഒന്നും ഈ യൂറേഷ്യൻ ഓട്ടറെ കാണാത്ത എന്താണെന്ന് ഭയങ്കര സംശയമായി തുടങ്ങി. ആ സമയത്താണ് 2016 പൂജ പവാർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വാൽപ്പാറയെ വെച്ചിട്ട് ഒരു ചത്ത് കിടക്കുന്ന ഒരു ഓട്ടറിനെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഓട്ടറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന നിസർഗ് എന്ന് പറഞ്ഞൊരു പയ്യൻ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇതേത് സ്പീഷീസാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കിന് മനസ്സിലായി ഇതൊരു യൂറേഷ്യൻ ഓട്ടറാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് DNA എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ DNA എടുത്തപ്പോഴത്തേക്കിനാണ് ആദ്യമായിട്ട് യൂറേഷ്യൻ ഓട്ടർ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം കൺഫേം ചെയ്ത്. അങ്ങനെയാണൊരു ഫോട്ടോഗ്രാഫിക് റെക്കോർഡ് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സെൻട്രൽ ഇന്ത്യയിലും മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കിൽ നിന്നും സത്പുര നാഷണൽ പാർക്കിലും ബാന്ധവഗഡ് നാഷണൽ പാർക്കിൽ നിന്നൊക്കെ കുറേയേറെ ക്യാമറ ട്രാപ്പ് പിക്ചേഴ്സ് കണ്ടപ്പോഴത്തേക്കിന് അതെല്ലാം യൂറേഷ്യൻ ഓട്ടറാണെന്ന് മനസ്സിലായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കൻഹയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ സ്ട്രീമിലൊക്കെ 1-2 ഓട്ടറൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളത് സ്മൂത്ത് കോട്ടർ ഓട്ടറാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അതെല്ലാം യൂറേഷ്യൻ ഓട്ടറാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. അതിനുശേഷം ഒറീസയിൽ നിന്ന് പല സ്ഥലത്തും ചിൽക്കയിൽ നിന്നൊക്കെ ഇവരിതിനെ കണ്ടെത്തിയിട്ടുണ്ട്. കർണാടക പല സ്ഥലത്തു നിന്നൊക്കെ ഇവർ ഈ യൂറേഷ്യൻ ഓട്ടറെ കണ്ടെത്തി. അങ്ങനെ ഇരിക്കെ 2022 കേരളത്തിലെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഒരു ബേർഡ് അറ്റ്ലസിൻ്റെ ഭാഗമായിട്ട് പക്ഷികളെ നിരീക്ഷിക്കാനായിട്ട് പോയി. ഏകദേശം ഒരു 1200 മീറ്റർ ഉയരമുള്ളൊരു മലയുടെ സൈഡിലായിരുന്നു അവർ സ്ട്രീമിൽ കൂടെ നടക്കുന്ന സമയത്ത്. ആ സ്ട്രീമിൻ്റെ അകത്ത് 2 നീർനായകൾ ഇങ്ങനെ വെള്ളത്തിൽ ചാടി കളിക്കുന്ന അവർ കണ്ട്. അവർ ദൂരെ നിന്ന് കുറേ ഫോട്ടോസും അവർ വീഡിയോസും ഒക്കെ എടുത്തു. അവർ വീഡിയോ എടുത്തപ്പോഴത്തേക്കിനും ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യൻ സ്മോൾ ക്ലൗഡ് ഓട്ടർ അല്ലെ മലനീർനായ എന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവരതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ മലനീർനായ ചിന്നാറിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പേപ്പറൊക്കെ എഴുതിയിട്ട് ഒരു ജേർണലിൽ അയച്ചു പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പം അവരവിടുന്ന് റിപ്ലൈ അയച്ചത് ഇത് സ്മോൾ ക്ലൗഡ് ഓട്ടറല്ല, ഇതൊരു യൂറേഷ്യൻ ഓട്ടറാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓട്ടർ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാരൊക്കെ റിപ്ലൈ ചെയ്തിട്ട് അവർ അയച്ചപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് ഇത് യൂറേഷ്യൻ ഓട്ടറാണ്. അപ്പോൾ ആദ്യത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മിസ് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു റെക്കോർഡായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ കേരളത്തിൽ പലപ്പോഴും കാണുന്ന ഈ സ്മോൾ ക്ലൗഡ് ഓട്ടറിൻ്റെ പല റെക്കോർഡുകളും ഒരു പക്ഷേ യൂറേഷ്യൻ ഓട്ടറായി തീരാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ പിന്നീടാണ് ആൾക്കാർക്ക് മനസ്സിലായത് നമ്മൾ ഹിമാലയത്തിലും യൂറോപ്പിലും മാത്രമുണ്ട്, പിന്നെ ശ്രീലങ്കയിൽ കണ്ടുകൊണ്ടിരുന്ന ഓട്ടറുകൾ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഇന്ത്യയിലുണ്ട്, വെസ്റ്റേൺ ഘാട്ടിൽ പശ്ചിമഘട്ടത്തിൽ പല സ്ഥലത്തും കാണപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി മിസ് ഐഡൻറ്റിഫൈ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയാതെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു ഓട്ടറായിരുന്നു ഈ യൂറേഷ്യൻ ഓട്ടർ. അപ്പം യൂറേഷ്യൻ ഓട്ടർ നമ്മുടെ കാടുകൾ പല സ്ഥലത്തും ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നതായിരിക്കും. ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ നിന്നും ഇത്രയും വർഷങ്ങൾ അപ്രത്യക്ഷമായിട്ടിരുന്നത്. അപ്പോൾ ഇവ മൂന്നുമാണ് ഇന്ത്യയിലും കേരളത്തിലും കാണുന്ന നീർനായകൾ. പിന്നെ വേറെ പൊതുവായിട്ട് കുറേ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ നീർനായകളൊക്കെ പ്രജനനം നടത്തുന്നത് സാധാരണ അവരുടെ ആവാസ വ്യവസ്ഥയുടെ അടുത്തുള്ള ഇപ്പോൾ കാട്ടിലൊക്കെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തുള്ള ചെറിയ വില്ലലുകളുടെ ഇടയ്ക്കൊക്കെയാണ് ഇവർ സാധാരണ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ഈ വലിയ നദികളും കണ്ടൽക്കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ചെറിയ മാളങ്ങളും പൊത്തുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളെ ഇവർ പ്രസവിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്കിന് അത് 1-2 ആഴ്ചയൊന്നും ഇവർക്ക് കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല, നല്ല ബ്ലൈൻഡ് ആയിട്ടിരിക്കും. ആ സമയത്തൊക്കെ അവർ കൂട്ടമായിട്ട് നിന്നിട്ടൊക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആ ഏരിയയൊക്കെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു സ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ സ്ഥിരമായിട്ട് ഒരു ലാട്രിൻ സൈറ്റ് പോലുണ്ട്. ഇവർ സ്ഥിരമായിട്ട് പോയിട്ട് അപ്പിയിട്ട് വരികയും മൂത്രമൊഴിച്ച് വെക്കുന്ന ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ തുടർച്ചയായിട്ട് വന്നിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതും അപ്പിയിട്ട് വെക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് സ്ഥിരമായിട്ടൊരു ടെറിട്ടറിയുടെ ഭാഗമാണ്. ഇവർ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഈ നീർനായകൾ ഈ ഇവരുടെ ഹാബിറ്റാറ്റിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രെഡേറ്റേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇവരെ പിടിച്ചു തിന്നുന്ന അധികം ജീവികളൊന്നുമില്ല. ഇവരെ പിടിച്ചു തിന്നുന്ന ഒരു ജീവി എന്ന് പറയുന്നതായിട്ട് മുതലകളൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വലിയ മുതലകളുണ്ടല്ലോ, ഈ മഗർ ക്രൊക്കഡൈൽ, അതൊക്കെ ഒരു പക്ഷേ ഇതിനെ പിടിച്ച് തിന്നാനായിട്ട് പറ്റും. പിന്നെ സുന്ദർബൻസിലൊക്കെ ആണെങ്കിൽ അവിടെ വലിയ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈലൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിനെ പിടിച്ച് തിന്നാനായിട്ട് കഴിവുള്ളവരാണ്. അല്ലാതെ ഇവർക്ക് സാധാരണയായിട്ട് വേറെ പ്രിഡേറ്റേഴ്സ് ഒന്നും അധികം തന്നെ ഇല്ല. പിന്നെയുള്ള പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. മനുഷ്യർ ഈ നീർനായകളെ വേട്ടയാടാറുണ്ട്. ഇവർ വേട്ടയാടുന്ന ഇതിൻ്റെ തോലിന് വേണ്ടിയിട്ടാണ് ഇവർ സാധാരണയായിട്ട് വേട്ടയാടുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുമരകത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓട്ടറിനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. ആ സമയത്ത് അവിടെ ഒരു ചേട്ടൻ ഓട്ടറിനെ കുറിച്ച് പഠിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്
സ്ഥിരമായിട്ട് കർണാടകയിലുള്ള ഹസൻ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ മീൻ പിടിക്കാനായിട്ട് ആൾക്കാർ വരും. നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ടെൻ്റൊക്കെ അടിച്ചിട്ട് മീനെ പിടിക്കാനായിട്ട് വരും. പക്ഷേ അവർ കൂടുതലായിട്ട് മീനേക്കാളും കൂടുതൽ പിടിക്കുന്നത് ഈ നീർനായകളെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നീർനായകളെ പിടിക്കാൻ വന്ന ഒരു ഗ്രൂപ്പിന് പുറകെ ഞങ്ങൾ കുറേ നാളൊക്കെ പോയി. പക്ഷേ ഞങ്ങൾക്ക് അവരെ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവർ രക്ഷപ്പെട്ടു അവിടുന്ന്. പക്ഷേ പക്ഷേ ഈ നീർനായകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ ഇതിൻ്റെ ഇറച്ചിക്കും ഇതിൻ്റെ തോലിനും വേണ്ടി ഇതിനെ കണ്ടമാനം വേട്ടയാടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നീർനായകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഈ നീർനായകളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.